വളരെ സന്തോഷത്തോടെ ഇന്ന് രാത്രിയിൽ നമ്മൾക്ക് ഒരുമിച്ച് കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കാൻ, ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ ഒരു ദിവസം മുഴുവൻ, ഈ ഒരു പകല് മുഴുവൻ കർത്താവ് നമ്മളെ അത്ഭുതകരമായി വഴി നടത്തി വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാം അവൻ നമ്മളെ വിടുവിച്ചു. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം നൽകി ഈ ഒരു ദിവസം നമ്മളെ പരിപാലിച്ച ആ നല്ല കർത്താവിന് ഇന്ന് രാത്രിയിൽ നന്ദി പറയാൻ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കഴിയുന്നവരെല്ലാം ആ കണ്ണുകളെല്ലാം ഒന്ന് ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഇന്ന് രാത്രിയിൽ ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദി പറയാൻ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സകല ഉപകാരങ്ങൾക്കും കർത്താവിനെ സ്തുതിക്കാൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ആ കർത്താവിന്റെ പാദപീഠത്തെങ്കിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എന്റെ വായു സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. എന്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. ഇന്ന് രാത്രിയിലും ആ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഹൃദയങ്ങളെ തുറന്ന് ചില നിമിഷങ്ങൾ കർത്താവിനെ നന്ദിയോടെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. Thank you, Jesus. നന്ദി യേശുവേ, നന്ദി യേശുവേ. ചേർന്ന് പാടാമോ? നന്ദി യേശുവേ, നന്ദി യേശുവേ. ഓ നന്ദി യേശുവേ. പാടാനും പറയാനും പാടാനും പറയാനും പുകഴാനും യേശു മാത്രം. പാടാനും പറയാനും പുകഴാനും പാടാനും പറയാനും പാടാനും പറയാനും പുകഴാനും യേശു മാത്രം. പാടാനും പറയാനും പാടാനും യേശുവേ, നന്ദി യേശുവേ. ഓ നന്ദി യേശുവേ. നന്ദിയോടെ ചേർന്ന് നന്ദി യേശുവേ, നന്ദി യേശുവേ. ഓ താങ്ക് യു ജീസസ്. നന്ദി യേശുവേ. പാപത്തിൽ ജീവിച്ചപ്പോഴും പാപത്തിന്റെ അധീനതയിൽ നാം കടന്നപ്പോഴും യോഗ്യതയില്ലാത്ത നമ്മളെ തേടി വന്നൊരു നല്ല കർത്താവിന്റെ സ്നേഹം ഇന്ന് രാത്രിയിലും അവന്റെ സ്നേഹത്താൽ അവൻ നമ്മളെ പൊതിഞ്ഞതുകൊണ്ട്, അവന്റെ കൃപയാൽ അവൻ നമ്മളെ മറച്ചതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേ. പാപത്തിനടിമയാ തല താഴ്ത്തി നിന്ന എന്നെ അൻപുള്ള കൺകൾ കണ്ടേ. ചങ്കിലെ ചോരയാൽ മറുവില നൽകി എന്നെ യജമാനൻ സ്വന്തമാക്കിയേ. ചേർന്ന് പാടാമോ? പാപത്തിനടിമയായി തല താഴ്ത്തി നിന്ന എന്നെ അൻപുള്ള കൺകൾ കണ്ടേ.
ചങ്കിലെ ചോരയാൽ, ചങ്കിലെ ചോരയാൽ മറുവില നൽകി എന്നെ യജമാനൻ സ്വന്തമാക്കിയേ. വായിലെ തുറന്ന് ചേർന്ന് പാടാനും പറയാനും, പാടാനും പറയാനും പുകഴാനും യേശു മാത്രം. പാടാനും പറയാനും വായിലെ തുറന്ന് ചേർന്ന് നന്ദി യേശുവേ, നന്ദി യേശുവേ. ഓ നന്ദി യേശുവേ. ശബ്ദം നന്ദി യേശുവേ, നന്ദി യേശുവേ. ഓ നന്ദി യേശുവേ. പാടാനും പറയാനും, ഓ പാടാനും പറയാനും പുകഴാനും യേശു മാത്രം. പാടാനും പറയാൻ ആ ഹൃദയ തുറന്നു പറഞ്ഞേ, പാടാനും പറയാനും, പാടാനും പറയാൻ. ഇന്ന് രാത്രിയിൽ എനിക്ക് പറയാൻ എനിക്കൊരു നല്ല കർത്താവുണ്ട്. എനിക്ക് ഉലകത്തിൽ പുകഴാൻ ഈ ലോകത്തിന്റെ സമ്പത്തൊന്നുമില്ലെങ്കിലും എനിക്ക് പുകഴാനൊരു നല്ല കർത്താവുണ്ട്. ചേർന്ന് പാടാമോ? പാടാനും പറയാനും പുകഴാനും, പാടാനും പറയാനും, പാടാനും പറയാനും വായിലെ തുറന്ന് നന്ദി യേശുവേ, നന്ദി യേശുവേ. ഓ നന്ദി യേശുവേ. Thank you Jesus. നന്ദി യേശുവേ. ഓ നന്ദി യേശുവേ. ഓ എന്നുയിരാണ്, എന്നുയിരാണ്, ഉയിരാണ്, ഉയിരാണ് യേശു. എന്നുയിരാണ്, ഉയിരാണ്, ഉയിരാണ് യേശു. എന്നുയിരാണ് യേശു. എന്നുയിരോട് കലന്തി എന്നുയിരേ നാനുമ്മൈ തുതിപ്പേ. എന്നുയിരേ നാനുമ്മൈ. ആയിരിക്കുന്ന ഇടങ്ങളിൽ ആ കരങ്ങളെ ഉയർത്തി ഒന്ന് ചേർന്ന് പാടാമോ? എന്നുയിരാണ്, ഉയിരാണ്, ഉയിരാണ് യേശു. എന്നുയിരാണ്, ഉയിരാണ്, ഉയിരാണ് യേശു. എന്നുയിരാണ് യേശു. എന്നുയിരോട് കലന്തീർ എന്നുയിരേ നാനുമ്മൈ തുതിപ്പേ. എന്നുയിരേ നാനുമ്മൈ തുതിപ്പേ. ചേർന്ന് പാടാം. ഉലകമെല്ലാം, ഉലകമെല്ലാം മറക്കുതയ്യാ, ഉണർവ് എല്ലാം എനക്കുതയ്യാ. ഉലകമെല്ലാം മറക്കുതയ്യാ, ഉലകമെല്ലാം. ചേർന്ന് പാടാം. ഉന്നാമം തുതിക്കയിലേ, ഉന്നാമം തുതിക്കയിലേ യേശയ്യാ, ഉന്നൻപ് രുചിക്കയിലേ. ഓ ഉന്നാമം തുതിക്കയിലേ യേശയ്യാ, ഉന്നൻപ് രുചിക്ക. നന്ദിയോടെ ചേർന്ന് പാടാം. എന്നുയിരാണ് യേശു. എന്നുയിരാണ്, ഉയിരാണ്, ഉയിരാണ് യേശു. എന്നുയിരാണ്, ഉയിരാണ്, ഉയിരാണ് യേശു. എന്നുയിരാണ് യേശു. എന്നുയിരോട് കലന്തി എന്നുയിരേ നാനുമ്മൈ തുതിപ്പേ. എന്നുയിരേ നാനുമ്മൈ തുതിപ്പേ. ഇന്ന്
രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ, എന്റെ ജീവനേക്കാളേറെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിൽ എനിക്കുള്ള സകല പദവികളെക്കാളേറെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്റെ സമ്പത്തിനേക്കാളേറെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിൽ എനിക്കുള്ള സർവത്തിനേക്കാളേറെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പൗലോസ് പ്രകാരം പറഞ്ഞതുപോലെ, യേശു കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ ഈർച്ചയോ വാളോ മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നും എന്റെ യേശു കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിലും യഥാർത്ഥമായി കർത്താവിന്റെ സ്നേഹം തിരിച്ചറിയുന്നവർ നന്ദിയോടെ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, നന്ദിയോടെ ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ച്, ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനാ, ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനാ, നല്ല ദാസനായി ഞാൻ തീർന്നതിനാ, എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനാ, എൻ മരണം എനിക്കതു ലാഭം. രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ മനുഷ്യൻ പറയുന്ന ഒരു സമ്പത്തോ ഒരു പദവികളോ എന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിലും എനിക്കൊരു നല്ല അപ്പനുണ്ട്, എനിക്കൊരു നല്ല കർത്താവുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തെക്കുറിച്ച് എനിക്ക് ഭയമില്ല, എന്റെ മുമ്പിലുള്ള ഭാവിയെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഭയമില്ല. ഇന്ന് രാത്രിയിലും സകലത്തിലും എന്നെ കരുതുന്ന ഒരു നല്ല കർത്താവ് എന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആ കണ്ണുകളെല്ലാം ഒരു നിമിഷം ഒന്ന് ദൈവസന്നിധിയിൽ അടച്ച്, രാത്രിയിൽ കർത്താവെ ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങയുടെ സ്നേഹം വിട്ട് അങ്ങയുടെ സ്നേഹം പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും നേടാൻ കഴിയത്തില്ല. രാത്രിയിൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യത്താൽ അങ്ങയുടെ കൃപകളാൽ ഞങ്ങളെ എവിടുന്ന് മറക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുമ്പോൾ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ വാഴ്ത്തുമ്പോൾ ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത നിലവാരത്തിൽ ഒരു ദൈവ സാന്നിധ്യത്താൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ എവിടുന്ന് മറക്കണമേ. ഈ ഓൺലൈനിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് ചില നിമിഷങ്ങൾ കൂടെ ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ കർത്താവെ, അങ്ങ് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദി പറയാൻ, അങ്ങ് ചെയ്ത സകല വിശ്വസ്തതയ്ക്ക് നന്ദി പറയാൻ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ പൂർണ്ണമായി ആ ദൈവ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നാമായിരിക്കുന്ന ഇടങ്ങളിൽ ആ കരങ്ങളെല്ലാം ഒന്ന് ചേർത്തടിച്ച് നന്ദിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച്, നാമായിരിക്കുന്ന ഇടങ്ങളിൽ വായ്കളെ തുറന്ന് ചില നിമിഷങ്ങൾ ആ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വളരെ സന്തോഷമുള്ള ഈ ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ 3-ാമത്തെ ദിവസവും നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ കഴിഞ്ഞ നിമിഷവും ഹല്ലേലൂയ നമ്മോട് ഇടപെട്ട ദൈവം, നമ്മെ കാത്തുപരിപാലിക്കുന്ന ദൈവം ഇന്നും നമ്മോട് സംസാരിപ്പാൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. വളരെ പ്രതീക്ഷയോടെ, വളരെ വിശ്വാസത്തോടെ ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസന്റെ അധരത്തിലൂടെ പുറപ്പെടുന്ന വചനം ഓരോന്നും ആമേൻ എൻ്റെ ജീവിതത്തിന് ഒരു അനുഗ്രഹമാണെന്നും ഹല്ലേലൂയ എൻ്റെ സാഹചര്യത്തിലും അതെനിക്കൊരു ആശ്വാസമാണെന്നും പറയാനുള്ള കൃപ ലഭിച്ചവർ ഇതിൻ്റെ നടുവിലുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകലിലും നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരുന്നാട്ടെ. വലിയ വിശ്വാസത്തിൻ്റെ ആമൻ ആഴത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഈ വചനം അല്ലെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതം ഹല്ലേലൂയ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ചിലതൊക്കെ ഉപേക്ഷിക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് വേണ്ടെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഇന്ന് പകലിലും യേശു മാത്രം മതിയെന്നും അവൻ്റെ ഹിതം മതിയെന്നും ആ നിത്യജീവൻ മതിയെന്നും പറയാൻ കൃപയുള്ളവർ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലും കർത്താവിൽ നിന്ന് പ്രതീക്ഷ
ഉള്ളവർ മാത്രം കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരുന്നാട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവിനെ സ്തുതിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന സാഹചര്യമാണെങ്കിൽ, ആ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഒട്ടും മടി കൂടാതെ, ഹല്ലേലൂയ, ഒട്ടും ലജ്ജിക്കാതെ ഈ യേശുവിനെ ഒരു നിമിഷം നിങ്ങളുടെ നാവ് തുറന്ന്, അധരം തുറന്ന് നിങ്ങൾ നന്ദി പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിലും നിങ്ങളോട് ഇടപെടുന്ന ഒരു സ്വർഗം, ഇന്ന് രാത്രിയിലും നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സ്വർഗം, ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ അപ്പോസ്തലനിലൂടെ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ അധികമായ സാന്നിധ്യം ഇന്ന് നിങ്ങളായിരിക്കുന്ന മുറിക്കുള്ളിൽ അത് സംഭവിക്കുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ അത് സംഭവിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന ദേശത്ത്, നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ന് പകലിലും ഹല്ലേലൂയ ദൈവത്തിന്റെ ഒരു പകർച്ച, ഒരു കൈമാറ്റത്തിന്റെ പകർച്ച അത് ഈ രാത്രിയിൽ അത് സംഭവിക്കുകയാണെന്ന് വിശ്വാസമുള്ളവർ ചേർന്ന് കരങ്ങളെ ഉയർത്തി നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. ചിലത് ഉപേക്ഷിക്കുമ്പോൾ ഇന്ന് പകലിലും ദൈവത്തിൽ നിന്ന് ചിലത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്തു വരികയാണ്. ഇന്ന് രാത്രിയിലും ചിലത് ഉപേക്ഷിക്കാൻ തയ്യാറാണോ? ചില പാരമ്പര്യങ്ങളെ, ഹല്ലേലൂയ, ചില ദൈവഹിതമല്ലാത്ത ചിന്തകളെ, ആമേൻ, പാരമ്പര്യമായ ചില ചിന്തകളെ ഇന്ന് പകൽ നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ആത്മാവ് വിളിച്ചു പറയുന്നു, ചിലത് നിങ്ങളിലേക്ക് സ്വർഗം അത് അടുപ്പിക്കുകയാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുകയാണ്. ഇന്ന് പകലിലും എനിക്ക് സഹായം തരുന്ന ഒരു ദൈവത്തെ കുറിച്ച് എനിക്ക് അറിയാം. ആമേൻ. ആ ദൈവത്തെ, ഹല്ലേലൂയ, എനിക്ക് പരിചയമുണ്ട്. ആ ദൈവമാണ് എന്റെ സകല സാഹചര്യങ്ങളെ മാറ്റിയത്. ഇന്ന് പകലിലും വിളിച്ചു പറയാം, ആശ്രയം യേശുവിൽ മാത്രം ഞാൻ വെച്ചപ്പോൾ ഇന്ന് പകലിലും എന്റെ ചില ആധികൾ, എന്റെ ചില പ്രതികൂലങ്ങൾ മാറിയത് ഈ രാത്രിയിലും അത് പറയുകയാണ്. എന്റെ യേശുവിലുള്ള ആശ്രയമാണ് എന്റെ ജീവിതത്തിൽ നിന്ന് ഹിതമല്ലാത്ത ചിലത് മാറിപ്പോയത്. ആമേൻ. ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട പലർക്കും ഇന്നത് പറയാനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിലും ഇന്ന് രാത്രിയിലും നിങ്ങൾ വിളിച്ചു പറയണം, ആ യേശുവിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കുകയാണ്. എനിക്ക് ഒത്താശ വരുന്ന ഒരു പർവ്വതത്തിലേക്ക് ഞാൻ നോക്കുകയാണ്. ഇന്ന് രാത്രിയിലും എന്റെ കർത്താവ് മാത്രം മതി, എന്റെ യേശു മാത്രം മതി. ഇന്ന് രാത്രിയിലും എന്നോട് സംസാരിപ്പാൻ സ്വർഗീയ ദൂതന്മാരുമായി എന്റെ മുറിക്കുള്ളിൽ ഇറങ്ങിയിരിക്കുന്ന ആ അദൃശ്യ സാന്നിധ്യത്തെ ഞാനത് സ്വീകരിക്കുകയാണ്. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇന്ന് പകലും ആ വിശ്വാസം, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയത്തിൽ വർദ്ധിക്കുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ചില നിമിഷങ്ങൾ പാടി സ്തുതിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ സാഹചര്യം അനുകൂലമാണെങ്കിൽ കരങ്ങളെയൊക്കെ തട്ടി വളരെ ആത്മീയ അഭിഷേകത്തോടെ നിന്ന് ഈ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ഹല്ലേലൂയ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. 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 ആകാശഭൂമികൾക്കെല്ലാം അതിഹേതുവതായവൻ നീയേ. ആകാശഭൂമികൾക്കെല്ലാം അതിഹേതുവതായവൻ നീയേ. ആശ്രയം നിന്നിലായതു മുതലൻ ആദികളാകുന്നു പരാവോ. ആശ്രയം നിന്നിലായതു മുതലൻ ആദികളാകുന്നു പരാ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ.
ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയ്ക്കായി. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയ്ക്കായി. എണ്ണിയ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. ഓ എണ്ണിയ തീരാ നന്മകൾ തന്ന് എന്നെ അനുഗ്രഹിക്കും. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാടുമേ. 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 എൻ കാൽകൾ വഴുതാതതിശം എന്നെ കരുതുമവൻ നീയേ. എൻ കാൽകൾ വഴുതാതതിശം എന്നെ കരുതുന്നവൻ നീയേ. കൃപകൾ തന്നു തുണയായി വന്നു നടത്തുന്ന അത്ഭുതമായി. ഓ കൃപകൾ തന്നു തുണയായി വന്നു നടത്തുന്ന അത്ഭുതമായി. എനിക്കൊത്താശ വരും പർവ്വതം. വലിയ പ്രതീക്ഷയുള്ളവർ ചേർന്ന് ഇന്ന് രാത്രിയിലും എന്റെ ജീവിതത്തിൽ ഉയരത്തിൽ നിന്ന് ആ സ്വർഗത്തിൽ നിന്ന് ഞാൻ ചിലത് പ്രതീക്ഷിക്കുന്നു. അതെന്റെ ജീവിതത്തിലേക്ക് വരികയാണ്. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാലുമേ. ഓ എനിക്കൊത്താശ എന്നാലുമേ. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും. നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാർത്തിടും ഞാൻ. ഓ നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാർത്തിടും ഞാൻ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാലുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാലുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാലുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാലും. യേശുവെന്ന നാമമേ എന്റെ ആത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ എന്റെ ആത്മാവിൻ ഗീതമേ. യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടും. പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തി. ഒരു പ്രാവശ്യം യേശുവെന്ന നാമമേ ശമനം ജലവൈടാരകന ചുടതാരകന ശമനം ധേരിവനാരകന റീവചന്ദാരവന ചുടവൈടാരകന ജഡദാരിവന വൈരാമാന. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് അത് പ്രഖ്യാപിച്ച് നമ്മുടെ നാവിലൂടെ നമ്മുടെ ആദരത്തിലൂടെ ഇന്ന് പകലിലും അത് വിളിച്ചു വന്ന എനിക്കെന്റെ യേശു മാത്രം മതി. എന്റെ പ്രാണപ്രിയൻ മാത്രം മതി. എനിക്കൊത്താശ വരുന്ന ഒരു പർവ്വതത്തിലേക്ക് ഇന്ന് പകലിലും ഞാൻ നോക്കുകയാണ്. എന്നെ ജീവിപ്പിക്കുന്ന എന്നെ സംരക്ഷിക്കുന്ന ആ നല്ല യേശുവിന് ആദരം തുറന്ന് അല്പസമയം അന്യഭാഷകൾ ഇതിന്റെ നടുവിൽ വെളിപ്പെടട്ടെ. നാം ആയിരിക്കുന്ന സ്ഥലത്ത് അന്യഭാഷയിൽ ശമനാരമനം ദൂരമാചുരത റാംശേരമനമനവൈഡ പ്രവർത്തന വിവരം ചുടതാരകന ശമനം ജലവൈഡാരകനാരമന ചൂടമാരാനം ശേരാരാരകനാരകനാരകന പ്രതികൂലങ്ങൾ ഇന്ന് പകലിടിഞ്ഞു മാറുകയാണ്. ശനിബാബേലിന്റെ മുൻപിൽ ഉയർന്നു നിന്ന മഹാപർവ്വതമേ, ഞങ്ങൾ ആർപ്പിടുമ്പോൾ, ഞങ്ങൾ ഘോഷിക്കുമ്പോൾ, ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ചില പ്രതികൂലം ഇതിന്റെ നടുവിൽ ഇടിഞ്ഞു മാറുകയാണ്. ചിലത് സമഭൂമിയാകുകയാണ്. ചിലത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ചില പ്രതികൂലങ്ങൾ നീങ്ങിപ്പോകുകയാണ്. പ്രഭാ
ശമന. ആർപ്പിടുമ്പോൾ ചിലത് തകരുകയാണ്, ആർപ്പിടുമ്പോൾ ചിലത് നീങ്ങി മാറുകയാണ്. 7 വട്ടം നീ ചുറ്റി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ നാവിലൂടെ ഉയരുന്ന ശബ്ദത്തെ ഇന്ന് പകൽ ചിലത് തകർക്കുകയാണ്. ചില പ്രതികൂലം നീങ്ങി മാറുകയാണ്, ചില പ്രശ്നങ്ങൾ നീങ്ങി പോകുകയാണ്. അല്പസമയം കൂടെ നിങ്ങളുടെ അധരങ്ങളെയൊക്കെ ചലിപ്പിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. വളരെ പ്രതീക്ഷയോടെ നമ്മൾ ചില വരികൾ ചേർന്ന് പാടിയതുപോലെ കർത്താവിനോട് പറയണം, എന്റെ പ്രത്യാശ. ആമേൻ. ഇന്ന് പകലും എന്റെ ജീവിതത്തിൽ ഞാൻ ചിലത് സ്വീകരിക്കാൻ തയ്യാറാകുന്നതും ഞാൻ ചിലത് പ്രാപിക്കാൻ തയ്യാറാകുന്നതും മുഴുവൻ എന്റെ യേശുവിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് വചനം പറയുന്നത് പോലെ ഈ ലോകമാകുന്ന മനുഷ്യരിലുള്ള ആശ്രയത്തെ പൂർണ്ണമായും ഞാൻ വെടിയുകയാണ്. മുഴുവൻ പ്രത്യാശയും എന്റെ യേശുവിൽ നിന്ന് മാത്രം സ്വീകരിപ്പാൻ ഇന്ന് രാത്രിയിലും അതിനായി കൃപ തരണമേ, കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. ഈ രാത്രിയിലും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ അദൃശ്യ ശക്തി, ആ വലിയ മഹത്വം നമ്മളായിരിക്കുന്ന സ്ഥലത്ത് അത് വ്യാപരിക്കുകയാണ്. നമ്മളായിരിക്കുന്ന ഇടത്ത് ദൂതന്മാരുടെ ശക്തി വ്യാപരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വിശ്വാസത്തോടെ അത് വിളിച്ചു പറയുകയാണ്. പ്രതികൂലത്തിന്റെ നടുവിലും അനുകൂലമായ ഒരു വലിയ കരം നിങ്ങളുടെ നേരെ സ്വർഗം നീട്ടുകയാണ്. ഇന്ന് പകലിൽ വിശ്വാസത്തിന്റെ ചില വാക്കുകൾ നിങ്ങൾ അത് പുറപ്പെടുവിക്കുമ്പോൾ ചിലത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. നഷ്ടപ്പെട്ട ചിലത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എന്റെ ദാഹം നിന്നെ തന്നെയാ. ജീവൻ നൽകിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവൻ നദിയേ. ചേർന്ന് പഠിക്കുക. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ തന്നിടും, ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവൻ. അതുകൊണ്ട് ആ യേശുവിനെ ഞങ്ങൾ ഒരുമിച്ച് സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നേ, ഓ സ്നേഹിക്കുന്നേ, യേശുവിനെ സ്നേഹിക്കുന്നേ, യേശുവേ സ്നേഹിക്കുന്നേ, ഓ സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങിലല്ലാതെ ഒന്നും നേടുവാ ഇല്ലല്ലോ. വിശ്വാസത്തോടെ പറഞ്ഞേ, അങ്ങേ പിരിഞ്ഞും, ഓ അങ്ങേ പിരിഞ്ഞും, ഓ അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങിലല്ലാതെ ഒന്നും നേടുവാ ഇല്ലല്ലോ. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് പാടിക്കും, യേശുവേ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നേ, ഓ സ്നേഹിക്കുന്നേ, യേശുവിനെ സ്നേഹിക്കുന്നേ, യേശുവേ. ശബ്ദമുയർത്തി ജനം ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നു,
കരങ്ങളെ അമേൻ. ഈ ദിവസവും ഈ നിമിഷവും ജീവനോടെ നിലനിർത്തിയ കർത്താവിന് നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് ആ കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങിയാണ്ട് ഇന്ന് രാത്രി ഒരു ദിവസം കൂടെ ജീവനോടെ ഈ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്താൻ നമുക്ക് അവസരം ഒരുക്കിയത് ആ കർത്താവിൻ്റെ കൃപയൊന്ന് മാത്രം, ആ കർത്താവിൻ്റെ ദയൊന്ന് മാത്രമാണ്. അങ്ങനെയെങ്കിൽ ആ അമേൻ അധരങ്ങളെല്ലാം ഒന്ന് ചലിപ്പിച്ച് ഇന്ന് രാത്രിയിലും ഒന്ന് നന്ദി പറഞ്ഞു തുടങ്ങി. അമേൻ. ഈ നിമിഷം വരെ നമ്മളെ താങ്ങി നടത്തിയ ആ കരത്തിന് അമേൻ. കൂരിലിന്റെ താഴ്വരെ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുത്തില്ല. കാരണം എൻ്റെ കൂടെ എനിക്ക് ആശ്വാസമാണ്. ആ കർത്താവിൻ്റെ കരമുണ്ട്. അമേൻ. ഇന്ന് രാത്രിയിലും ഹൃദയത്തിൽ ആ ഉറപ്പുള്ളവർ ആ കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങി. ആരുടെയും പ്രേരണ പ്രകാരമല്ല, കഴിഞ്ഞ നാളുകളിൽ വന്ന വഴികളെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ആ കർത്താവ് നടത്തിയ വിധങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ആമേൻ, ഒരു പ്രേരണയും കൂടാതെ ആ കർത്താവിന് നന്ദി പറയാൻ കഴിയുമെന്ന് എൻ്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും നമ്മളെ താങ്ങി നടത്തിയ കർത്താവിന് നന്ദി പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾ ആമേൻ ജീവിതത്തിലെ മോശപ്പെട്ട ഒരവസ്ഥയിലായിരിക്കുന്നത്. ആമേൻ. ഭാരത്തിന് നടുവിലായിരിക്കാം നിങ്ങളായിരിക്കുന്നത്, നിരാശയുടെ നടുവിലായിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുവുണ്ട്, മോനെ മോളെ, നിന്നെ താങ്ങാൻ എൻ്റെ കരമുണ്ട്. ആമേൻ. ഇന്ന് രാത്രിയിലും ആ പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എൻ്റെ അപ്പൻ്റെ കരം ആമേൻ അതെന്നെ കൈവിടത്തില്ല. ഞാൻ ഏതവസ്ഥയിൽ കൂടി പോയാലും എൻ്റെ കരത്തിൽ മുറുകെ പിടിക്കാം, എന്നെ അക്കരെ എത്തിക്കാൻ കഴിവുള്ള ഒരു കരം എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ആ നല്ല അപ്പനൊന്ന് നന്ദി പറയാൻ കഴിയുമോ? യേശുവേ, ഇന്ന് രാത്രിയിൽ നീ നടത്തിയ വഴികൾക്കായി ഞാൻ നന്ദി പറയും. അപ്പൊ ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻ മോശമായിരിക്കാം, എൻ്റെ അവസ്ഥ മോശമായിരിക്കാം, എന്നാൽ എനിക്ക് ഉറപ്പുണ്ട് എന്നെ നടത്താൻ അങ്ങയുടെ കരം മതിയായതാ. എന്നെ മുൻപോട്ട് നയിക്കാൻ അപ്പന്റെ കരം മതിയായതാ. ഞാൻ ഇനി ഏതൊക്കെ വഴികളിലൂടെ കടന്നു പോയാലും, ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും അപ്പന്റെ കരം മാത്രം ഞാൻ മുറുകെ പിടിക്കും. ആധരങ്ങളെല്ലാം തുറന്ന് ആ മുഖത്തേക്ക് നോക്കിയെന്ന് പറഞ്ഞേ, അപ്പ എന്നെ താങ്ങുന്ന അപ്പന്റെ കരം എനിക്ക് മതി. ഇന്ന് രാത്രിയിലും ആ കരത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു. എന്റെ ഭാരത്തെ വഹിക്കാൻ കഴിയുന്നു, എന്റെ നുഖത്തെ തകർക്കാൻ കഴിയുന്നു ആ അപ്പന്റെ കരം ഇന്ന് രാത്രിയിലും എനിക്ക് മതി. യേശുവേ, ഉറപ്പോടൊന്ന് പാടാം. കരങ്ങളുണ്ട് എന്റെ ഹൃദയം തകരുമ്പോ, ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. താങ്ങും കരങ്ങളുണ്ട് എന്റെ ഹൃദയം തകരുമ്പോ, ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. രാത്രിയിലും അവൻ ജീവിതത്തിന്റെ ഭാരത്തിന്റെ നടുവിലായിരിക്കും. നിങ്ങളുടെ ഭാരങ്ങളെ ആ കർത്താവിന്റെ ചുമലിലേക്കൊന്ന് കൊടുത്താട്ട്, നിങ്ങളുടെ നുഖങ്ങളെ ഇന്ന് രാത്രിയിലും അത് തകർക്കാൻ കഴിവുള്ള ആ കർത്താവിന്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്താട്ട്, ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഫ്രീ ആകുന്ന രാത്രിയിൽ, നിങ്ങളുടെ നുഖങ്ങൾ തകരപ്പെടുന്ന രാത്രി, നിങ്ങളുടെ ഭാരങ്ങൾ ചുമക്കാൻ കഴിയുന്ന യേശു നിങ്ങളുടെ അടുത്തു നിൽക്കുന്ന രാത്രി. ഓ യേശു
ചേർന്ന് പാടാമോ? ഭാരം വലിയതോ, ഭാരം വലിയതോ, നുകം താങ്ങുവാൻ കഠിനമോ, ഭാരം വലിയതോ, നുകം താങ്ങുവാൻ കഠിനമോ, സ്നേഹിതർ ദുഷിക്കുന്നോ, കരങ്ങളുണ്ട്, എൻ്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ഓ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. കണ്ണുനീരിൻ താഴ്വരകൾ ആദിഘോരമേടുകളും ഓ മരണത്തിൻ കുരിരുളിൻ കരങ്ങളും എൻ്റെ ഹൃദയം തകരുമ്പോ എൻ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ചേർന്നൊന്ന് പാടാമോ? ഓ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ഇന്ന് രാത്രിയിൽ ആ ശാശ്വത പാറയായ യേശു നമ്മുടെ നടുവിലുണ്ട്. ആ സാന്നിധ്യം നിങ്ങളുടെ എവിടെയായിരുന്നാലും നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാരങ്ങളെ പാട്ടുകാരൻ എഴുതിയതുപോലെ എത്ര വലിയ നുഖങ്ങളാണെങ്കിലും എത്ര വലിയ ഭാരങ്ങളാണെങ്കിലും ഇന്ന് രാത്രിയിലും ആ ചുമലിലേക്കൊന്ന് ഇട്ടുകൊടുത്ത് നിങ്ങളെ തന്നെ ഒന്ന് സ്വതന്ത്രരാക്കി ഇനി ഒരിക്കലും നിങ്ങളെ ആ ഭാരം നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻ നിങ്ങൾ തുടർന്ന് പോകരുത്. ആ ഭാരം നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം അതിനെ വഹിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ ഭാരത്തെ ചുമക്കാൻ കഴിയുന്ന, നിങ്ങളുടെ നുഖങ്ങളെ തകർക്കാൻ കഴിയുന്ന ഒരു വലിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന രാത്രിയിൽ. അതുകൊണ്ട് തന്നെ ആ ശാശ്വത പാറയായ യേശുവിലേക്ക് ഒരു നിമിഷം കൂടെ നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് ഉയർത്തിയാട്ടെ. ശാശ്വത പാറയേശു പുതുജീവൻ
പകർന്നിടും. ഓ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ഹല്ലേലൂയ.